കഴിഞ്ഞ കുറേ ദിവസങ്ങളായി NCPക്കുള്ളിൽ നടന്ന ചില പുകച്ചിലുകൾ ഉണ്ടായിരുന്നു. മന്ത്രിസ്ഥാനത്ത് ഇനി AK ശശീന്ദ്രൻ തുടരണ്ട എന്നും NCPയുടെ മറ്റൊരു നേതാവിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നും NCPക്കുള്ളിൽ നിന്ന് തന്നെ PC ചാക്കോ അടക്കമുള്ള നേതാക്കന്മാർ ആവശ്യപ്പെട്ടപ്പോഴും AK ശശീന്ദ്രൻ അതിന് മുതിരാതെ തയ്യാറാകാതെ തൻ്റെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. എന്നാൽ പ്രതിഷേധത്തിൻ്റെ ആദ്യഘട്ടത്തിലെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം പാലിച്ചുകൊണ്ട് AK ശശീന്ദ്രന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ മുൻപോട്ട് പോയിരുന്നത്. ഇപ്പോൾ വിഷയങ്ങളെല്ലാം തകിടമറിയുകയാണ്. AK ശശീന്ദ്രനെതിരായുള്ള നിലപാട് സ്വീകരിക്കേണ്ട സാഹചര്യം ഇപ്പോൾ എത്തിയിരിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും അതിൽ കൃത്യമായ നിലപാട് അറിയിക്കുന്നു. അദ്ദേഹവും AK ശശീന്ദ്രനെ കൈവിടുന്ന സാഹചര്യമാണുള്ളത്. ഇനി അവിടേക്ക് വരുവാൻ പോകുന്നത് തോമസ് കെ തോമസ് ആണ്, NCPയുടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ്. അദ്ദേഹത്തിന് നൽകുവാൻ പോകുന്ന വകുപ്പ് ഏതാണ്, അദ്ദേഹം എന്ന് മന്ത്രിയായി സ്ഥാനാരോഹണം നടത്തും എന്നുള്ളതെല്ലാം അറിയേണ്ടതായുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ LDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ NCPയിൽ അനിശ്ചിതത്വങ്ങൾക്കും തർക്കങ്ങൾക്കുമൊടുവിൽ മന്ത്രിമാറ്റം ഉണ്ടാവുകയാണ്. വനം മന്ത്രി AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുകയും കുട്ടനാട് MLA തോമസ് കെ തോമസ് പകരം മന്ത്രിയാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രഖ്യാപനം ഒരാഴ്ചക്കകം ഉണ്ടായേക്കുവാനാണ് സാധ്യത. മന്ത്രിസ്ഥാനം ഒഴിയുന്നതിനെതിരെ AK ശശീന്ദ്രൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല. NCPയുടെ ആഭ്യന്തര വിഷയത്തിൽ താൻ ഇടപെടില്ല എന്നാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിലപാടറിയിച്ചത്. മുഖ്യമന്ത്രിയും കൈവിട്ടതോടെയാണ് സ്ഥാനമൊഴിയേണ്ട സാഹചര്യം ഉണ്ടായത്. ശരത് പവാറിന്റെ തീരുമാനവും തോമസ് കെ തോമസിന് അനുകൂലമായി തന്നെയാണ്. ശരത് പവാറിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലും മന്ത്രിമാറ്റത്തിന് അനുകൂല തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ശരത് പവാറിന്റെ തീരുമാനം തോമസ് കെ തോമസിന് അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരാഴ്ച കാത്തിരിക്കുവാൻ പവാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തീരുമാനം ഒരാഴ്ചക്കകം ഉണ്ടായേക്കുമെന്നും PC ചാക്കോയും പറയുന്നു. മന്ത്രിമാറ്റത്തിൽ അന്തിമ തീരുമാനം പവാറിൻ്റെതാണെന്നും PC ചാക്കോ പറഞ്ഞു. സംഘടനാ കാര്യങ്ങളടക്കം എല്ലാ വിഷയങ്ങളും ചർച്ചയായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. മന്ത്രിസ്ഥാനമാറ്റം സംബന്ധിച്ച് ഔദ്യോഗിക തീരുമാനവും വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കും. പാർട്ടി അധ്യക്ഷൻ ശരത് പവാർ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി മുംബൈയിൽ നടത്തിയ ചർച്ചയിലാണ് മന്ത്രിമാറ്റം സംബന്ധിച്ച ധാരണ ഉണ്ടായത്. ഒരാഴ്ച കാത്തിരിക്കാൻ പവാർ അറിയിച്ചെങ്കിലും തീരുമാനം തോമസ് കെ തോമസിന് അനുകൂലമാണെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത്. NCP ജില്ലാ അധ്യക്ഷന്മാരും സംസ്ഥാന നേതൃത്വവും തോമസ് കെ തോമസിന് അനുകൂലമായാണ് നിലപാട് സ്വീകരിച്ചത്. ഇതോടെ പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നതായി AK ശശീന്ദ്രൻ യോഗത്തിൽ അറിയിച്ചു. മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നാൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണമെന്ന് AK ശശീന്ദ്രന്റെ ആവശ്യം മുൻപോട്ട് വെച്ചു. അതേസമയം മന്ത്രി മാറുന്നത് ഇടതുമുന്നണിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ലെന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചത്. മുംബൈയിലെ പാർട്ടി ആസ്ഥാനത്തേക്ക് സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോയെയും മന്ത്രി AK ശശീന്ദ്രനെയും തോമസ് കെ തോമസ് MLAയും വിളിപ്പിച്ചാണ് ഇന്ന് ചർച്ച നടത്തിയത്. ശശീന്ദ്രൻ 2 പിണറായി സർക്കാരിലും മന്ത്രിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിയുടെ അവശേഷിക്കുന്ന ഒരേയൊരു MLA ആയ തന്നെ ഇനി പരിഗണിക്കണമെന്നുള്ളതായിരുന്നു തോമസ് കെ തോമസിന്റെ ആവശ്യം. ഈ ചർച്ച ആദ്യഘട്ടത്തിൽ മുതൽ ആരംഭിച്ചപ്പോഴെല്ലാം AK ശശീന്ദ്രൻ പാർട്ടിക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി താൻ മന്ത്രിസ്ഥാനം കൂടി രാജിവെക്കും എന്നുള്ളതായിരുന്നു. ആ ഭീഷണിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ കാര്യമായ രീതിയിൽ നിലപാട് അറിയിക്കാത്തതുമൊക്കെ AK ശശീന്ദ്രനെ സംബന്ധിച്ച് അനുകൂലമായ ഒരു ഘടകമാണെന്ന് അദ്ദേഹം ധരിച്ചിരുന്നു. എന്നാൽ NCP എന്ന ഘടകകക്ഷിയുടെ ആഭ്യന്തര വിഷയത്തിൽ താൻ ഇടപെടില്ല എന്ന മുഖ്യമന്ത്രി തൻ്റെ നിലപാട് അറിയിച്ചതോടുകൂടി AK ശശീന്ദ്രൻ്റെ പ്രതീക്ഷ വിഫലമായി പോവുകയായിരുന്നു. അതോടുകൂടിയാണ് AK ശശീന്ദ്രൻ തന്നെ പാർട്ടി പ്രസിഡന്റായിട്ടെങ്കിലും പരിഗണിക്കണമെന്നൊരാവശ്യം മുൻപോട്ട് വെച്ചത്. വരും ദിവസങ്ങളിലെ ചർച്ചയിൽ എന്തായിരിക്കും ഇനി ശരത് പവാർ അടക്കമുള്ള NCPയുടെ ദേശീയ സംസ്ഥാന നേതാക്കന്മാർ എടുക്കുവാൻ പോകുന്നത് എന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. AK ശശീന്ദ്രൻ വരും ദിവസങ്ങളിൽ എടുക്കുവാൻ പോകുന്ന തീരുമാനം അത് കടുത്ത തീരുമാനങ്ങളാണ് എങ്കിൽ രാഷ്ട്രീയ കേരളത്തിൽ കഴിഞ്ഞ 2 തവണയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന AK ശശീന്ദ്രൻ കളം മാറ്റി ചവിട്ടിയാൽ അതുണ്ടാക്കുവാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അതുണ്ടാക്കുവാൻ പോകുന്ന നിലവിലത്തെ സാഹചര്യത്തിൽ CPM അതുണ്ടാക്കുവാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതൊന്നുമല്ല. കാത്തിരുന്ന് കാണണം AK ശശീന്ദ്രന്റെ രാഷ്ട്രീയ ചുവടുമാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്ന്.